രഞ്ജി ട്രോഫിയിൽ ചരിത്രമെഴുതാൻ തയ്യാറെടുക്കുകയാണ് കേരളം. രഞ്ജി ട്രോഫി ക്രിക്കറ്റിന്റെ ഫൈനലിലേക്ക് കേരളം പ്രവേശിക്കുന്നു. ഗുജറാത്തിനെതിരായ സെമിയിൽ കേരളത്തിന് ഒന്നാം ഇന്നിംഗ്സ് ലീഡെന്നതാണ് സുപ്രധാനമായ വാർത്ത. ഗുജറാത്തിനെ വീഴ്ത്തി കേരളം ഫൈനലിലേക്ക് എത്തുകയാണ്. രഞ്ജി ട്രോഫിയുടെ ചരിത്രത്തിൽ കേരള ക്രിക്കറ്റിന് ചരിത്രമെഴുതാൻ കഴിയുന്ന വലിയ നേട്ടമായി മാറുന്നു. ഇതാദ്യമായി രഞ്ജി ട്രോഫിയുടെ ചരിത്രത്തിൽ 90 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിന് രഞ്ജി ട്രോഫി ക്രിക്കറ്റിന്റെ ഫൈനലിലെത്താനായി അവസരം കിട്ടിയിരിക്കുകയാണ്. ഗുജറാത്തിനെതിരെ നിർണായകമായ ഒന്നാം ഇന്നിംഗ്സ് ലീഡാണ് കേരളം ഇന്ന് സ്വന്തമാക്കിയത്. 457 റൺസായിരുന്നു കേരളം നേടിയിരുന്നതെങ്കിൽ ഗുജറാത്ത് 455 റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു ഇന്നുണ്ടായത്. അങ്ങനെ ചരിത്രമായ ഒരു നേട്ടമാണ് കേരളം കൈവരിച്ചിരിക്കുന്നത്. 1957 മുതൽ രഞ്ജി ട്രോഫിയിൽ കളിച്ചു തുടങ്ങിയ കേരളത്തിനാണ് ഇപ്പോൾ ഫൈനലിൽ എത്തുവാനുള്ള അവസരം ഉണ്ടായത്. ഇതിനു മുൻപും നിരവധി തവണ കേരളം രഞ്ജി ട്രോഫിയുടെ ഫൈനലിലേക്ക് എത്തുവാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. എങ്കിൽ പോലും ഇത്തവണയാണ് ആ നിർണായകമായ നിമിഷം ഉണ്ടായിരിക്കുന്നത്. അടിമുടി പ്രൊഫഷണലുകളെ കൊണ്ട് നിറഞ്ഞ കേരള ക്രിക്കറ്റ് ടീമിന് ചരിത്ര നിമിഷം. അതുപോലെ തന്നെ ജലജ് സക്സേന എന്ന കളിക്കാരനും അതുപോലെ തന്നെ ആദിത്യ സർവാദെ എന്ന സ്പിന്നർക്കും ഇത് നിർണായകമായ നിമിഷമായി മാറുകയാണ്. 4 വിക്കറ്റാണ് ഇന്ന് ആദിത്യ സർവാദെയും ജലജ് സക്സേനയും 455-ന് ഗുജറാത്തിനെ ഓൾ ഔട്ട് ആക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചുകൊണ്ട് നേടിയത്. അങ്ങനെ മഹാരാഷ്ട്രയുടെയും മധ്യപ്രദേശിന്റെയും ഓരോ താരങ്ങളുടെ സഹായത്തോടു കൂടിയാണ് കേരളം ഇങ്ങനെ രഞ്ജി ട്രോഫിയുടെ ഫൈനലിൽ ആദ്യമായി എത്തിയിരിക്കുന്നത്. ഇതിനു മുൻപും മഹാരഥന്മാരായ പല ക്രിക്കറ്റ് താരങ്ങളും കേരളത്തിനുണ്ടായിരുന്നുവെങ്കിലും ഫൈനലിൽ എത്തുക എന്നുള്ളത് രഞ്ജി ട്രോഫിയുടെ ആഭ്യന്തര ക്രിക്കറ്റിലെ ഏറ്റവും വലിയ ടൂർണമെന്റായ രഞ്ജി ട്രോഫിയുടെ ഫൈനലിൽ എത്തുവാൻ കേരളത്തിന് കഴിഞ്ഞിരുന്നില്ല. 2018-ൽ സെമി ഫൈനൽ വരെ എത്തി തോൽക്കുവാനായിരുന്നു കേരളത്തിന് അന്ന് നിർഭാഗ്യകരമായ സംഭവം ഉണ്ടായത്. പക്ഷേ ഇത്തവണ ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നു. സ്കോർ നോക്കുകയാണെങ്കിൽ അവസാന ദിവസമായി ഇന്ന് ആരും ജയിക്കില്ല എന്ന കാര്യം ഉറപ്പായിരുന്നു. എങ്കിൽ കൂടി രഞ്ജി ട്രോഫിയുടെ നിയമം അനുസരിച്ച് ഒന്നാം ഇന്നിംഗ്സ് ലീഡ് നേടിക്കഴിഞ്ഞാൽ ആ ടീമിന് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് കേരളം 457 എന്ന കേരളത്തിന്റെ ഒന്നാം ഇന്നിംഗ്സ് സ്കോറിനെതിരെ 458 റൺസ് നേടേണ്ടിയിരുന്നു ഗുജറാത്തിന്. പക്ഷേ 455 റൺസിന് ഗുജറാത്ത് ഓൾ ഔട്ട് ആവുന്ന കാഴ്ചയാണ് കണ്ടത്. അവസാന ദിവസമായ ഇന്ന് 29 റൺസ് കൂടി ഒന്നാം ഇന്നിംഗ്സ് ലീഡ് നേടുന്നതിന് വേണ്ടി ഗുജറാത്തിന് വേണമായിരുന്നു. അതായത് 429 റൺസിന് 7 വിക്കറ്റ് എന്ന നിലയിലാണ് 4ാം ദിവസം കളി പിരിഞ്ഞത്. പക്ഷേ ഇന്ന് രാവിലെ 436-ൽ 8ാം വിക്കറ്റ് നഷ്ടപ്പെടുകയായിരുന്നു. അത് ആദിത്യ സർവാദയാണ് ആ വിക്കറ്റ് കേരളത്തിന് വേണ്ടി നേടിയത്. 446-ൽ 9ാമത്തെ വിക്കറ്റും ഗുജറാത്തിന് നഷ്ടമായി. ആ വിക്കറ്റും നേടിയത് ആദിത്യ സർവാദയാണ്. അതിനുശേഷം ഓരോ ഓവറുകളും വളരെ പ്രതിരോധത്തിൽ കളിക്കുകയായിരുന്നു ഗുജറാത്ത് ടീം ചെയ്തത്. അങ്ങനെ ഒടുവിൽ ഗുജറാത്ത് ടീം ആ ലീഡ് നേടുമോ എന്നുള്ള ആശങ്ക ഉണ്ടാകുന്ന ആ സമയത്താണ് ആദിത്യ സർവാദെ വീണ്ടും കേരളത്തിന് വേണ്ടി ആഞ്ഞടിച്ചുകൊണ്ട് അങ്ങനെ അവസാന വിക്കറ്റും നേടിയിരിക്കുന്നത്. കേരളത്തിന് നിർഭാഗ്യകരമായ പല കാര്യങ്ങളും ഈ ടൂർണമെന്റിനിടയിൽ ഉണ്ടായി. കൺകഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന രീതിയിൽ രവി ബിഷ്ണോയ്ക്ക് പകരം മറ്റൊരു കളിക്കാരൻ ഇറങ്ങിയപ്പോൾ കേരളം അപ്പീൽ ചെയ്തെങ്കിലും അതിന് ഫലമുണ്ടായില്ലായിരുന്നു. ഇന്ന് കേരളത്തിന്റെ റിവ്യൂവിന്റെ കാര്യത്തിലും കേരളത്തിന് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നു. എങ്കിൽ പോലും അതെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് കേരള ക്രിക്കറ്റ് ടീം രഞ്ജി ട്രോഫിയുടെ ഫൈനലിൽ എത്തിയിരിക്കുന്നത്. ഇതിൽ 2 കളിക്കാരുടെ പങ്ക് ബൗളിംഗിൽ പ്രധാനമായി ജലജ് സക്സേനയുടെയും ആദിത്യ സർവാദയുടെയും, അതുപോലെ തന്നെ ബാറ്റിംഗിൽ മുഹമ്മദ് അസറുദ്ദീൻ എന്നുള്ള കേരളത്തിന് തിളങ്ങുന്ന താരം നേടിയ സെഞ്ചുറി നിർണായകമാകുന്നു. അങ്ങനെ സച്ചിൻ ബേബിയുടെ ക്യാപ്റ്റൻസിയിൽ കേരളം ഗുജറാത്തിനെ ഒന്നാം ഇന്നിംഗ്സിൽ മറികടന്നുകൊണ്ട് ഫൈനലിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ മത്സരത്തിന് റിസൾട്ട് ഉണ്ടാവുകയില്ല എന്ന കാര്യം ഏതാണ്ട് ഉറപ്പാണ്. ഇനി 2ാം ഇന്നിംഗ്സിന് കേരളം ബാറ്റ് ചെയ്യാൻ ഇറങ്ങുകയാണ്. പക്ഷേ ഇനി ഉച്ചഭക്ഷണത്തിന് ശേഷമുള്ള ഏതാനും ഓവറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് ഈ മത്സരത്തിനൊരു റിസൾട്ട് ഉണ്ടാവുകയില്ല എന്ന കാര്യം ഏതാണ്ട് ഉറപ്പാണ്. അതിനാൽ തന്നെ ഒന്നാം ഇന്നിംഗ്സ് ലീഡ് നിർണായകമായ രഞ്ജി ട്രോഫിയുടെ സെമി ഫൈനലിൽ ഗുജറാത്തിനെതിരെ ആ ലീഡ് നേടിക്കൊണ്ട് 2 റൺസിന്റെ ഒന്നാം ഇന്നിംഗ്സ് ലീഡ് നേടിക്കൊണ്ട്. ഇത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കേരളവും ഗുജറാത്തും തമ്മിലുള്ള മത്സരത്തിന്റെ ഒന്നാം ഇന്നിംഗ്സിൽ 2 ടീമുകളും ഒരേ സ്കോറാണ് നേടിയിരുന്നതെങ്കിൽ ടൈ ആയിരുന്നു എങ്കിൽ പോലും ഗുജറാത്തിന് ഫൈനലിൽ എത്താൻ കഴിയുമായിരുന്നു. കാരണം ഗ്രൂപ്പ് സ്റ്റേജിൽ കേരളത്തിന് 28 പോയിന്റും ഗുജറാത്തിന് 32 പോയിന്റും ഉണ്ടായിരുന്നു. അതുകൊണ്ട് 2 റൺസ് എടുത്താൽ മതിയായിരുന്നു ഗുജറാത്തിന് ഫൈനലിൽ എത്താൻ. അത് അതിജീവിച്ചാണ് ഇപ്പോൾ കേരളം രഞ്ജി ട്രോഫിയുടെ ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നത്.